ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ, ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി. സർ, കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കടലാക്രമണവും വേലിയേറ്റത്തിൻ്റെ ഭാഗമായി കേരള ജനത അനുഭവിക്കുന്ന ദുരന്തം, പ്രത്യേകിച്ച് വൈപ്പിൻകര പോലുള്ള പ്രദേശത്ത് അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് ഈ സബ്മിഷൻ. 590 കിലോമീറ്റർ ദൈർഘ്യമുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തീരദേശത്തിൻ്റെ 55% കൂടുതൽ പ്രദേശങ്ങൾ തീരശോഷണ സാധ്യതാ പ്രദേശങ്ങളായാണ് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളത്. ദ്രുതഗതിയിലുള്ള തീരശോഷണം പ്രകൃതിദത്തമായ ഭൂപ്രകൃതിയെ മാത്രമല്ല, 9 ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന 9.3 മില്യൺ ജനങ്ങളെയും അവരുടെ ജീവനോപാധികളെയും കൂടിയാണ് സാരമായി ബാധിക്കുന്നത്. ഇതിൽ ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ വരുന്നതും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും ഉൾപ്പെടുന്നുണ്ട്. സാർ, ചെന്നൈ ആസ്ഥാനമായ ദേശീയ ഗവേഷണ സ്ഥാപനങ്ങളായ NCCR, അതുപോലെ ഇൻകോസിസ്, കുസാറ്റ് എന്നിവിടങ്ങളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത് തീരശോഷണം കാലാവസ്ഥ വ്യതിയാനവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രതിഭാസമാണെന്നാണ്. അപ്രതീക്ഷിതവും അനിയന്ത്രിതവുമായ വേലിയേറ്റം, കള്ളക്കടൽ പ്രതിഭാസങ്ങൾ, അതിതീവ്ര ന്യൂനമർദ്ദനങ്ങളും ചുഴലിക്കാറ്റുകളും, അപ്രതീക്ഷിതമായ മഴക്കെടുതികൾ എന്നിവയുടെ എല്ലാം തന്നെ മുഖ്യഹേതു ആഗോളതാപനം അഥവാ ഗ്ലോബൽ വാർമിംഗ് പ്രതിഭാസമാണ്. നിലവിൽ കടലിലെ ജലനിരപ്പ് ആഗോളതലത്തിൽ പ്രതിവർഷം 3.4 mm അഥവാ 0.13 ഇഞ്ച് കൂടുന്നതായാണ് ഉപഗ്രഹ പഠനങ്ങൾ കാണിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ ഇതൊരു ചെറിയ സംഖ്യയായി തോന്നാമെങ്കിലും ആയുധം മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതിഗുരുതരമാണ്. സാർ, കാലവർഷക്കാലത്ത് പടിഞ്ഞാറൻ തീരം കടലാക്രമണത്താലും ഡിസംബർ ജനുവരി മാസങ്ങൾ വേലിയേറ്റത്തിൽ കിഴക്കൻ തീരം ഓരുവെള്ളം കയറിയും വൈപ്പിൻകരയിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാവുകയാണ്. സാർ, കടൽഭിത്തികളില്ലാത്ത കടൽ തീരവും പാർശ്വഭിത്തി കെട്ടാത്ത പുഴയോരവും ഇടത്തോടുകളും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയാണ്. രൂക്ഷമായ കടലാക്രമണം നേരിട്ടിട്ടും പടിഞ്ഞാറൻ ഭാഗം മുഴുവൻ കടൽ തീരത്താൽ അതിർത്തി പങ്കിട്ടിട്ടും ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെടാതെ പോയ മണ്ഡലമാണ് വൈപ്പിൻ. കടൽഭിത്തി നിർമ്മാണം സംബന്ധിച്ച് നിരവധി സ്ഥാപനങ്ങളുടെ പഠനം നടക്കുമ്പോഴും അടുത്തുവരുന്ന കാലവർഷത്തിന് മുൻപെങ്കിലും കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് കടലോര നിവാസികളായ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ തീവ്രമായ പരിണത ഫലങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രതിരോധ നടപടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. കടൽഭിത്തി നിർമ്മാണം, പുഴകളുടെയും തോടുകളുടെയും പാർശ്വഭിത്തി നിർമ്മാണം, കായലിലും പുഴകളിലും തോടുകളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കൽ കരഭൂമിയിൽ നിക്ഷേപിച്ച് കരഭൂമി ഉയർത്തൽ തുടങ്ങിയ പ്രവൃത്തികൾ നബാർഡ് പദ്ധതിയിലോ മറ്റേതെങ്കിലും പദ്ധതിയിലോ ഉൾപ്പെടുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട കേരളത്തെ പൊതുവിൽ ബാധിക്കുന്നതും വൈപ്പിൻകരയെ പ്രത്യേകിച്ച് ബാധിക്കുന്നതുമായ ഈ ജനകീയ പ്രശ്നം ഈ സബ്മിഷനിലൂടെ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സാർ, ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട MLA സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് കായൽ, തെക്ക് മുനമ്പം ഹാർബർ, വടക്ക് കൊച്ചി കായൽ എന്നിവയാൽ ചുറ്റപ്പെട്ട ഇടുങ്ങിയ കരയാണ് വൈപ്പിൻ ദ്വീപ്. മൺസൂൺ കാലത്തെ അതിരൂക്ഷമായ തിരമാലകൾ കാരണം വൈപ്പിൻ ദ്വീപിൻ്റെ ഭൂരിഭാഗവും കടുത്ത കടൽക്ഷോഭത്തിന് വിധേയമാണ്. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ബ്ലോക്കിന് കീഴിലുള്ള ഇളങ്കുന്നപ്പുഴ, ഞാറയ്ക്കൽ, നായരമ്പലം, എടവനക്കാട്, കുഴിപ്പള്ളി, പള്ളിപ്പുറം എന്നീ ഗ്രാമപഞ്ചായത്തുകളാണ് വൈപ്പിനിൽ വരുന്നത്. ഇതിൽ നായരമ്പലം, എടവനക്കാട് തീരങ്ങളിലെ കടൽഭിത്തി തകർന്ന നിലയിലായതിനാൽ മേൽക്കുടി ഭാഗങ്ങളിൽ കടുത്ത കടലാക്രമണം നേരിടുന്നു. കടൽവെള്ളം നേരിട്ട് ശക്തമായി കരയിലേക്ക് പ്രവേശിച്ച് പ്രദേശവാസികൾക്ക് പലവിധത്തിലുള്ള നഷ്ടങ്ങളും സംഭവിക്കുന്നു. വൈപ്പിൻ ഏരിയയിൽ 6 പഞ്ചായത്തുകൾ തീരപ്രദേശമായതിനാൽ നായരമ്പലം പഞ്ചായത്തിലും എടവനക്കാട് പഞ്ചായത്തിലുമാണ് കൂടുതൽ കടലാക്രമണം ഉള്ളത്. ഞാറയ്ക്കൽ, കുഴിപ്പള്ളി, പള്ളിപ്പുറം എന്നീ പഞ്ചായത്തുകളിലെ തീരങ്ങളിൽ തിരകൾ ശക്തമായി അടിച്ചു കയറി രൂക്ഷമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. ടെട്രാപോഡ് ഉപയോഗിച്ച് കടൽഭിത്തി നിർമ്മിക്കണമെന്നാണ് എടവനക്കാട്, നായരമ്പലം പഞ്ചായത്ത് നിവാസികളുടെ ആവശ്യം. വൈപ്പിൻ പ്രദേശത്ത് അനുയോജ്യമായ ശാശ്വത തീരസംരക്ഷണ മാർഗങ്ങൾ അവലംബിക്കുന്നതിൻ്റെ ഭാഗമായി ബാത്തിമെട്രിക് സർവേ റിപ്പോർട്ട്, ടോപ്പോഗ്രാഫിക് സർവേ റിപ്പോർട്ട്, നെസസിറ്റി റിപ്പോർട്ട് എന്നിവ തയ്യാറാക്കി നാഷണൽ സെൻറ്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് ചെന്നൈക്ക് സമർപ്പിച്ചിട്ടുണ്ട്. മേൽപ്പടി പദ്ധതിയുടെ ശാസ്ത്രീയ പഠനവും ഡിസൈൻ നടപടികളും NCCR പുരോഗമിച്ചു വരുന്നു. 24-25 സാമ്പത്തിക വർഷത്തിൽ 59.59 ലക്ഷം രൂപയുടെ അടങ്കൽ വരുന്ന ജിയോ ബാങ്ക് പദ്ധതികൾ വഴി 615 മീറ്ററോളം തീരം സംരക്ഷിക്കുന്ന പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്.
കൂടാതെ താൽക്കാലിക സംരക്ഷണം നൽകുന്നതിന് ജിയോ ബാഗ് ഉപയോഗിച്ചുള്ള 8 താൽക്കാലിക സംരക്ഷണ പ്രവർത്തികൾക്കായി 139.10 ലക്ഷം രൂപയുടെ പ്രപ്പോസലുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രവർത്തികൾ നടപ്പിലാക്കുന്നതാണ്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുമതി ലഭിക്കുന്നതിനായി 20 കോടിയുടെ പ്രപ്പോസൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുണ്ട്. ഇത് ലഭ്യമാകുമെന്ന് കരുതുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേലിയേറ്റം മൂലമുള്ള വെള്ളപ്പൊക്കം ഞാറക്കൽ, നായരമ്പലം, എടവനക്കാട്, കുഴിപ്പള്ളി പഞ്ചായത്തുകളിലെ വീടുകളിലും നിരത്തുകളിലും വെള്ളം കയറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. തോടുകളുടെ സംരക്ഷണ ഭിത്തി ഉയർത്തിയും കായൽ പ്രദേശങ്ങളിൽ അമിതമായി അടിഞ്ഞുകൂടി എക്കൽ നീക്കം ചെയ്യുന്നത് വഴി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാവുന്നതാണ്. കായൽ തീരങ്ങളിൽ സോയിൽ കൊണ്ട് പഠിപ്പിക്കുക വഴി വേലിയേറ്റം കരപ്രദേശങ്ങളിലേക്ക് കയറുന്നത് തടയാൻ സാധിക്കും. 2022 ഓപ്പറേഷൻ ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തി എടവനക്കാട് പഞ്ചായത്തിൽ 2.548 ലക്ഷം രൂപയുടെയും, നായരമ്പലം പഞ്ചായത്തിൽ 2.492 ലക്ഷം രൂപയുടെയും, പള്ളിപ്പുറം പഞ്ചായത്തിൽ 11.517 ലക്ഷം രൂപയുടെയും, കുഴിപ്പള്ളി പഞ്ചായത്തിൽ 5.84 ലക്ഷം രൂപയുടെയും ഡിസിൽട്രേഷൻ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. 2023 ഓപ്പറേഷൻ ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തി തോടുകളുടെ പുനരുജ്ജീവനത്തിനായി ഞാറക്കൽ പഞ്ചായത്തിൽ 32.44 ലക്ഷം രൂപയും, ഇളങ്കുന്നപ്പുഴ പഞ്ചായത്തിൽ 4.386 ലക്ഷം രൂപയുടെയും, നായരമ്പലം പഞ്ചായത്തിൽ 5.278 ലക്ഷം രൂപയുടെയും പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. 2024 ഓപ്പറേഷൻ ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തി ഞാറക്കൽ പഞ്ചായത്തിൽ 6.272 ലക്ഷം രൂപയും, എടവനക്കാട് പഞ്ചായത്തിൽ 7.459 ലക്ഷം രൂപയുടെയും ഡിസിൽട്രേഷൻ പ്രവർത്തി ചെയ്തിട്ടുണ്ട്. കയ്പ നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ പുഴകളുടെയും തോടുകളുടെയും എക്കൽ നീക്കി ആഴം കൂട്ടുന്നതിനും പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതിനുമായി നവകേരള സദസ്സിലും തീര സദസ്സിലും ലഭിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 1654 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമായിട്ടാണ് ഗവൺമെൻറ് കാണുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ട് നേരിടുന്നു. കള്ളക്കടൽ പ്രതിഭാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും വേലിയേറ്റവും ആ പ്രദേശത്തെ അതിരൂക്ഷമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ ലഭ്യമാകുന്ന സാമ്പത്തിക ഭദ്രതയുടെയും നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രയോറിറ്റി ബേസിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്.